ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. കൂടെ അതുമാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ പള്ളിയിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ചായ പിടിച്ചിട്ടില്ല, ചായ പിടിക്കണം. പള്ളിയിൽ പോയി വന്ന് കയറി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും പിന്നെ വാലന്റൈൻസ് ഡേയും കൂടി സ്പെഷ്യലായ കാരണം പിന്നെ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ പുറത്തേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാത്രമായിട്ട് ചെറിയൊരു സെലിബ്രേഷൻ, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഫുഡ് ഉണ്ടാക്കുന്നതും ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മാത്രം. അപ്പം ഞങ്ങൾ അതിന് ചായ പിടിച്ചിട്ടില്ല, ചായ പിടിക്കാൻ വേണ്ടി പോകണം. അതെ, റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു അടിച്ചുപൊളി ദിവസം. ഓക്കെ, അപ്പോൾ ചായ പിടിക്കട്ടെ. ചായ പിടിച്ചതിന് ശേഷം ബാക്കി കാഴ്ചകളായിട്ട് തുടരാം. എന്തേ ബിരിയാണി ഉണ്ടാക്കണ്ടേ? ഇത് വർത്തമാനം വന്നിട്ടിങ്ങനെയാണോ? സഹായിക്കുവാ. പിള്ളേരൊക്കെ വന്നാ? പിള്ളേരൊക്കെ എന്ത്? പിള്ളേരുടെ കേടിസം കഴിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. ഞാൻ സവാള എടുത്തോണ്ട് വിളിച്ചുതരാം. കണ്ണേരി എറുതിട്ടാ ആദ്യമായിട്ട് ചെയ്യണ സംഭവങ്ങളാണല്ലോ. ഞാൻ തന്നെയാണല്ലോ അരിയണം എപ്പോഴും. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിക്കണോ സോണി? കട്ടിംഗ് ബോർഡ്, നമ്മുടെ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടായിരുന്നു. എന്തോ പോക്കത്തായിട്ട് എന്തോ ഒന്നും കയ്യെത്തണില്ല. ഒരു കേടായത് എടുക്കണ്ട. ചിക്കനൊക്കെ എല്ലാം വറുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആണല്ലേ, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചോറ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോ ഇനി ബാക്കി ചിക്കൻ റെഡി ആക്കാന്ന് വെച്ചാല് കറി വെക്കാനുള്ള വറുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കറി ആക്കണം. പിന്നെ ചോറ് ഒന്നും കൂടെ സെറ്റാക്കി ദമ്മൊക്കെ ചെയ്ത് എടുക്കണം. അതിന്റെ പരിപാടി. അപ്പൊ ചീന സവാള അരിയുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് പരിപാടി തീരില്ല. പിള്ളേര് വന്നതിന് മുമ്പ് സെറ്റാക്കണം. അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പപ്പടം സെറ്റാക്കി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അതങ്ങ് വരുമ്പോ ഒച്ചപ്പാടായിരിക്കും വന്നിട്ട്. ഇത്ര നേരമായിട്ട് എന്ന് ചോദിച്ചായിരിക്കും വന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് റെഡി ആക്കണേ. ഓക്കെ, അപ്പോ നോക്കി ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ കറി ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ചെയ്തത്. ഇട്ടേരാട്ടോ. അപ്പോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിച്ചത്. കേക്ക് മുറിക്കുന്ന വീഡിയോ ഒന്നും ഞങ്ങൾ കാണിച്ചില്ല. മതിയോ കേട്ടോ? എന്നുവെച്ചുകഴിഞ്ഞാല് എല്ലാം കൂടി കാണിച്ച് എപ്പോഴും കേക്ക് മുറിക്കുന്നതാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇത്തവണ കേക്ക് മുറിക്കുന്നതിന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ റെഡിയാക്കിയത്. ഇപ്പോൾ കറിയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. ഓക്കെ, അതെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് ബാക്കി കാണിക്കും. ഓക്കെ.